ഞാൻ ചാകുന്ന സൈസല്ല. ഈ കല്ല് വെച്ച് അരച്ചാൽ ചാകാത്തൊന്നുണ്ട് കലവണ്ണിയാന്ന് പറഞ്ഞത് എല്ലാവരോടും. ചാകത്തില്ല മോനെ. ഞാൻ ഇതും കൊണ്ടല്ലാതെ ഇവിടുന്ന് പറന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലാതെ എൻ്റെ ദൈവം എന്നെ കഴുത്തിന് ജീവൻ കളയല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കേട്ടേ പറഞ്ഞു. ആളാണ് ആഗ്രഹം. എൻ്റെ ആത്മവിശ്വാസത്തിന് കാര്യമില്ല. എൻ്റെ ആത്മവിശ്വാസത്തിന് കാര്യമില്ലെന്ന് 15 കൊല്ലമായിട്ട് ആത്മവിശ്വാസത്തിൽ ഞാൻ ഇറങ്ങിയ പൈലറ്റിനെ പൊക്കി കെട്ടിപ്പിടിച്ചത് നിങ്ങളൊന്ന് കാണണം വല്ലപ്പോഴും. 2005 ചള്ളക്കുഴിക്കകത്തെ മധുരയിൽ നിന്ന് പറന്ന് ആറന്മുള വിമാനം ഇറങ്ങിയപ്പോഴേ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച. കാരണം തൊണ്ടിട്ട് പുകച്ചാണ് ഞങ്ങൾ സിഗ്നൽ കൊടുത്ത ആ കാലത്ത്. അന്ന് അതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കൊണ്ട് ആവശ്യമില്ലേ? ആവശ്യമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ വെച്ച് ഓടി വന്നത്? ആവശ്യമില്ലാതെ ഇത്രയും പ്ലെയിനൊക്കെ ഇട്ടേക്കുന്നത് എന്തിനാണ് ഇട്ടേക്കുന്നത്? കാശുണ്ടാക്കാൻ മാത്രമല്ല, ഇത് സമൂഹത്തിന് ആവശ്യമായ ഒരു എഡ്യൂക്കേഷനാണ്. ഇന്ന് അങ്ങ് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു UDF സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ? ആ പ്രതീക്ഷ ഇത് കേൾക്കുമ്പോനെ എനിക്കെന്നും പ്രതീക്ഷയുണ്ട്. ഞാൻ UDF കാരനല്ലേ. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി മെമ്പറാണ്. അല്ല, കൊച്ചാളല്ല. അല്ല, അങ്ങക്ക് ആർക്കെങ്കിലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചില്ലല്ലോ. ചോദിച്ചിട്ടാണ് കിട്ടേണ്ടത്. ഞാൻ ചോദിച്ചിട്ട് വേണ്ട എനിക്ക് ഉറപ്പ് തരാൻ. ഞാൻ ചോദിച്ചില്ല, ചോദിക്കാൻ പോകുന്നുമില്ല. അവർക്ക് ആവശ്യമാണ് ഇങ്ങോട്ട് വരുമല്ലോ. ഒരു എയർപോർട്ട് വേണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് പറഞ്ഞു. ഞാനാണ് പറഞ്ഞത്. അത് വെറും പുച്ഛമായ കാര്യം, തെറ്റായ കാര്യമാണ്. ഈ MP അങ്ങേ അത്ര തള്ളാതെ രീതി സംസാരിച്ചു. എനിക്ക് പ്രതികരിക്കാൻ തയ്യാറായി. പക്ഷെ MLA അബിൻ വർക്കി പ്രതികരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അത് കാരണം പറയാം. MPക്ക് കേരളത്തിന്റെ അല്ല പത്തനംതിട്ട ജില്ലയുടെ പൾസ് അറിയാവുന്നതാണ്. 3 പ്രാവശ്യം ജയിച്ചു, ഇനിയും ജയിക്കുന്നവനാണ്. എവിടെ നിന്നാലും പത്തനംതിട്ട പൾസ് അറിയാമെന്ന് MP ആണ് പ്രതികരിക്കേണ്ടത്. പാവം ഇന്നലെ വന്ന അഭിനയ വർക്കിയോട് ചോദിച്ചാൽ അവൻ ഓടിപ്പോകുന്നതാണ് അവൻ്റെ ബുദ്ധി. ഇവരുടെ പോയിന്റ് മനസ്സിലാക്കുക. അതാണ് എൻ്റെ ബുദ്ധി. അവൻ ബുദ്ധിമാനാ. എന്നാ നിൽക്കുന്നത്? അവൻ അറിഞ്ഞില്ല, കേട്ടില്ല, ഒന്നും അറിഞ്ഞില്ല. വരട്ടെന്ന് സമയമാകുമ്പം MLA എന്നാൽ അത് ചോദിക്കുമല്ലോ. അന്നേരം പറയും. അല്ല, ഇപ്പം എന്ന് ചാടിക്കറി പറയുന്നത് നടത്തും എന്നല്ലേ? അല്ലല്ല, നടത്തും എന്ന് പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. നടത്തി എന്ന് പറയുന്നതിനേക്കാൾ കല്യാണം ഉറച്ചു. പിന്നെ എന്നാ കല്യാണം എന്ന് പറയുന്നതിന് ഉറച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ കല്യാണം ഉറച്ച കാര്യം മുമ്പോട്ട് പോകണം. കല്യാണം ഉറച്ച കല്യാണം പോകണല്ലോ. ഞാൻ ഉറച്ചെന്നല്ല പറഞ്ഞുള്ളൂ. എത്രയോ കല്യാണം ഉറച്ച് മാറിയിട്ടുണ്ട്. പള്ളി വരുന്ന പെണ്ണും ചെറുക്കൻ മാറുന്ന കാലം അല്ലയോ? ഇത് അതിൽ അല്ലേ? താലി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ താലി ഇട്ടച്ച് പോയ പെണ്ണിനെ എനിക്കറിയാം അല്ലേ? ഈ കല്യാണം മുടങ്ങുമോ? മുടങ്ങിയ പെണ്ണിനും ചെറുക്കനും ഇട്ടു അല്ലേ? പിന്നെ മുടങ്ങി പോകുമല്ലോ. പെണ്ണും ചെറുക്കൻ മാത്രം പോലെ വരാമല്ലോ. പെണ്ണും ഇഷ്ടപ്പെട്ട ചെറുക്കനും വേണം. ഞാൻ ഇഷ്ടപ്പെട്ടോണ്ട് കാര്യമുണ്ടോ? എന്നെ കെട്ടാൻ വരുന്ന പെണ്ണൂടെ ചിന്തിക്കണ്ടേ? അത് ഗവൺമെന്റ് നിശ്ചയിക്കട്ടെ മോനെ. ഇതൊക്കെ ഞാൻ നടത്താൻ പോകത്തില്ല. എനിക്കൊരാവശ്യവുമില്ല. എൻ്റെ സ്ഥലത്ത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് നടത്താനും ഫ്ലൈയിങ് ക്ലബ്ബ് നടത്താനും ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാനും എന്തൊക്കെ DGC പറയുന്നതൊക്കെ ഞാൻ ചെയ്യും. അത് ഡ്രോൺ സർവേ കൊണ്ടുവരാൻ പറയാം. അവർ പറയും യു ബ്രിങ് എ ഡ്രോൺ സർവേ എടുത്ത് ഒരു സ്കെച്ച് കൊടുക്കും. അപ്പം ഞാൻ എടുക്കും. അല്ല, ഞാൻ ചാടിക്കരുന്ന് പോയിരുന്നില്ല. കോളേജിന് ഒരു എയർ സ്ട്രിപ്പ് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകും. കണിശമായിട്ട് ഇവിടെ ഒരു ചെറു വിമാനങ്ങൾക്ക് ഇന്ന് വലിയൊരു പരിതാപകരമായ കാര്യം ഓൾ മീഡിയകളോട് പറയാം. ഒരു കൊച്ചു വിമാനം മേടിക്കാൻ കഴിവുള്ള ധാരാളം കേരളീയർ ഇന്ന് കേരളത്തിലുണ്ട്. മുത്തൂറ്റ്, ജോയി ലൂക്കസ്, ഒരുപാട് പേര്. അവർക്കൊന്ന് മേടിക്കണമെന്ന് അവരെന്നെ സമീപിച്ചു. അച്ചായ ഒരു ചെറിയ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കി തന്നാൽ ഞങ്ങളിവിടെ പറന്നിറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. എയർ സ്ട്രിപ്പ് എന്ന് പറയാൻ മാത്രം കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കുറച്ച് പണമൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ ഇന്നൊരു എയർ സ്ട്രിപ്പ് പോലും ഇല്ല. ഞങ്ങളതിനല്ലയോ ഹെലികോപ്റ്റർ ഇറക്കിയല്ലോ. ഹെലികോപ്റ്റർ അവിടെ ഇറക്കിയായിരുന്നു. ഹെലികോപ്റ്റർ സർവീസ് കൊടുത്തി കേരളത്തിൽ. പിന്നെ ഹെലികോപ്റ്റർ വെരി കോസ്റ്റ്ലി, എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റാത്തതാണ്. ഒരു ഹെലികോപ്റ്ററിൽ 1 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ 75,000 രൂപ 1 മണിക്കൂർ യാത്ര ചെയ്യും. അത് 4 പേരേ പോകത്തുള്ളൂ. അതുകൊണ്ട് അല്ലെ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പ്രയാസമില്ല. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും നിങ്ങൾ കാണിക്കുന്ന എന്നെ വധിക്കാനായാലും എന്നെ കൊല്ലാനായാലും എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. എന്താ പറയുക, ചിലരെ കൊല്ലാൻ പറ്റുന്ന ഇഷ്ടമല്ലോ. ഞാൻ കൊല്ലുന്നതിനെ കെട്ടിപ്പിടിച്ചൊരു കൊടുക്കുന്നത് എന്താ അറിയാം? എന്നെ കൊല്ലാൻ വന്നല്ലോ, ചത്തില്ലല്ലേ? ഞാൻ ചാകുന്ന സൈസല്ല. ഈ കല്ല് വെച്ച് അരച്ചാൽ
ചാകാത്തൊന്നുണ്ട് കലവണ്ണിയാന്ന് പറഞ്ഞത് എല്ലാവരോടും. ചാകത്തില്ല മോനെ, ഞാൻ ഇതും കൊണ്ടല്ലാതെ ഇവിടുന്ന് പറന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാതെ എൻ്റെ ദൈവം എന്നെ കഴുത്തിന് ജീവൻ കളയല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കേട്ടത് പറഞ്ഞു. അതാണ് എൻ്റെ ആഗ്രഹം.